ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പണ്ട് ഇവർ പ്രസംഗിച്ചവര്, നമ്മൾ അവരിൽ നിന്നാണ് ഈ പ്രസംഗം കേട്ടത്. അവരൊക്കെ ഇപ്പം ചിലര് നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ നമ്മളിത് പറയുമ്പോൾ അവർ സന്തോഷിക്കണം, അവർ വെറുക്കരുത്. അവർ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ പറയുന്നത്, സുന്നത്ത് ജമാഅത്ത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവരതിന് കൈയടിക്കണം, സന്തോഷിക്കണം, നമ്മളോടൊപ്പം ഉണ്ടാകണം, നമ്മൾക്ക് വേണ്ടി ദ്വാരക്കണം. എന്നിട്ട് അവരും നമ്മളൊക്കെ കൂടിയിട്ട് ഈ മുജാഹിദുകളെയും ജമാഅത്തുകാരെയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേരള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന സംസാരം തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടത്. ദശകങ്ങളായിട്ട് പ്രത്യേകമായ ഒരു കാരണവുമില്ലാതെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇരു സംഘടനകളാണ്. ഒരേ ലക്ഷ്യത്തിലാണ് രണ്ട് സമസ്തയും. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നത് പോലെ AP സമസ്ത ആയാലും EK സമസ്ത ആയാലും രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നാണ്. അത് അഹ്ലുൽ ബിദഅനെ, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലത്തവരെ, ഇസ്ലാമിൻ്റെ അഡ്രസ്സിൽ തന്നെയുള്ള യുക്തിവാദികളെ എതിർക്കുക, ആശയപരമായി അവരെ നേരിടുക എന്ന ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണ് ഇരു സമസ്തകളും നിലകൊള്ളുന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അവർക്കിടയിൽ എന്തിനാണ് ഈ പ്രശ്നം? കാര്യമായി ചിന്തിച്ചാൽ, കൃത്യമായി ഒന്ന് ആലോചിച്ചാൽ, ഒന്ന് പഠിച്ചാൽ, രണ്ട് സമസ്തകൾക്കിടയിലും ഒരിക്കലും ഒരു പ്രശ്നം ഉടലെടുക്കേണ്ടതിൻ്റെയോ നിലനിൽക്കേണ്ടതിൻ്റെയോ ആവശ്യകത തന്നെയില്ല. കാന്തപുരം ഉസ്താദിനെക്കുറിച്ച് ആക്ഷേപിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയും അതിനെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്താൽ ഇസ്ലാമിന് നിരക്കാത്ത, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പരിധിയിൽ വരാത്ത, സമസ്തയുടെ ആശയത്തിൻ്റെ പുറത്തുള്ള ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ, അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തൻ്റെ അനാരോഗ്യം പോലും വകവെക്കാതെ ഈ അടുത്തുപോലും ഗൂഡല്ലൂരിലെ പാടന്തര മർക്കസിൽ വന്നുകൊണ്ട് 7000-ഓളം വരുന്ന സാന്ത്വന വളണ്ടിയർമാരെ ഈ രാജ്യത്തിന് സമർപ്പിച്ച, അങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ. ഓരോ വർഷവും 1000-ഓളം വരുന്ന ആലിമീങ്ങളെ ഈ സമൂഹത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ, യതീമക്കളെയും സാധുക്കളെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിലാണ്. ഇതൊന്നും ആക്ഷേപിക്കപ്പെടേണ്ടതല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? പിന്നെ എന്തിനാണ് അവരെ ആക്ഷേപിച്ചത്? ഈ കാലമത്രയും അധിക്ഷേപിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായി ചിന്തിച്ചാൽ കാര്യമായ ഒരു കാരണവും, തെറ്റിദ്ധാരണയുടെ പുറത്തു മാത്രം ഉടലെടുത്ത അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും മാത്രമാണ് എന്ന് നമുക്ക് ഏതൊരു വ്യക്തിക്കും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത, ഒരേ ലക്ഷ്യത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇരു സംഘടനകൾക്കിടയിൽ ഒരു പ്രശ്നം നിലനിൽക്കേണ്ടതില്ല. അവർ ഒന്നിക്കേണ്ടവരാണ്. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് പരസ്പര സൗഹാർദ്ദത്തോടുകൂടി ഒന്ന് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലാ യഅഫു അബ്ദുൻ അൻ മദ്ലമഹ യബ്തഗി ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ. അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം എന്ന പ്രതീക്ഷയിൽ മാത്രം ഒരാൾ മറ്റൊരാൾക്ക് വിട്ടുവീഴ്ച നൽകിയാൽ അള്ളാഹു അവന് വലിയ പദവികൾ നൽകും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടത്. പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പരസ്പരം ഒന്നിച്ചു മുന്നേറാൻ എന്ന് പറഞ്ഞാൽ ഇരു സംഘടനകളും ലയിച്ച് രണ്ടിനും അഡ്രസ്സില്ലാത്ത രൂപത്തിൽ ആവുക എന്നല്ല, മറിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന രൂപത്തിൽ തന്നെ സംഘടനകൾ ഇവിടെ നിലനിൽക്കണം. അപ്പോഴാണ് യദുല്ലാഹി അലൽ ജമാഅ, സംഘടനയുടെ മേലിലാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം. സംഘടിച്ച് നിൽക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം ഉണ്ടാവുക. സംഘടനകൾ ഇവിടെ വേണം. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് പോവണം.
അതേസമയം പരസ്പര അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും കുറ്റം പറച്ചിലുകളും പ്രശ്നങ്ങളും എല്ലാം നിർത്തിയിട്ട് പരസ്പര സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും അതുണ്ടാവട്ടെ കൂടുതൽ വൈകാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് പരസ്പര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും മുന്നേറാനുമുള്ള വലിയ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.